ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ടെല്ലർ. ഡിസ്നി പ്രിൻസസിന്റെ ലിസ്റ്റിൽ ആശ എന്നൊരു പുതിയ പ്രിൻസസിനെ ഡിസ്നി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന സിനിമ 2023 മ്യൂസിക്കൽ ഡ്രാമയായി പുറത്തിറങ്ങിയ വിഷ് ആണ്. ഡിസ്നി മൂവീസിലെ മറ്റ് ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ ഈ സിനിമയിലും ക്യാരക്ടേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് സ്നോ വൈറ്റിന്റെ കഥയിൽ അവൾക്ക് കൂട്ടായി 7 കുള്ളന്മാരുള്ളതുപോലെ ഈ സിനിമയിൽ ആശയ്ക്ക് കൂട്ടായി 7 ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ പേരും സ്വഭാവവും ഏകദേശം സ്നോ വൈറ്റിലെ കുള്ളന്മാരെ പോലെയാണ്. അവിടെ ഒരാൾക്ക് കണ്ണാടിയുണ്ട്, ഒരാൾ എപ്പോഴും തുമ്മിക്കൊണ്ടിരിക്കും, ഒരാൾ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും, ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ആശയുടെ ഫ്രണ്ട്സിലും ഒരാൾക്ക് കണ്ണാടിയുണ്ട്, ഒരാൾ തുമ്മിക്കൊണ്ടിരിക്കും, ഒരാൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും, ഒരാൾ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. ഇതാണ് ദ സിറ്റി ഓഫ് റോസസ്. ഇദ്ദേഹമാണ് ഈ രാജ്യത്തിന്റെ കിങ് മാഗ്നിഫിക്കോ. ഇദ്ദേഹത്തിന് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരും അവരുടെ ആഗ്രഹങ്ങളെ രാജാവിനെ ഏൽപ്പിക്കുന്നു. ആ ആഗ്രഹങ്ങളെ എല്ലാം കളക്ട് ചെയ്ത് രാജാവ് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആശയുടെ യഥാർത്ഥ ആഗ്രഹം എന്താണ്? ആ ആഗ്രഹം നിറവേറിയോ ഇല്ലയോ എന്നതാണ് ഈ സിനിമയുടെ കഥ. ഈ സിനിമയിൽ 2D ആൻഡ് 3D രണ്ട് ആനിമേഷൻസും മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് മലയാളികൾക്കായി മലയാളികളുടെ സ്വന്തം മല്ലു ടെല്ലർ. മുൻപൊരു കാലത്ത് എല്ലാത്തിനേക്കാളും പ്രധാനപ്പെട്ടത് ആഗ്രഹങ്ങളാണെന്ന് വിചാരിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അത് സാധാരണ ആഗ്രഹമല്ല, ഒരാൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം. പക്ഷെ ആ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നത് സാധാരണ കാര്യമല്ലെന്നും മനസ്സിലാക്കി കൺമുന്നിൽ തന്നെ ഒത്തിരി ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ മാത്രമായി മാറുന്നതും കണ്ടു. അതുകൊണ്ട് ഒത്തിരി വർഷങ്ങളായി തുടർന്ന് മായാജാല വിദ്യകൾ പഠിച്ച് ഒരു മന്ത്രവാദിയായി മാറി. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഭദ്രമായി സൂക്ഷിച്ച് അവർ അതിന് യോഗ്യരാണെങ്കിൽ അവർക്കത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹവും ഭാര്യയും ചേർന്ന് മെഡിറ്ററേനിയൻ സീയിലുള്ള ഒരു ദ്വീപിൽ അവർക്ക് വേണ്ടി ഒരു രാജ്യം ഉണ്ടാക്കി. അദ്ദേഹത്തെ പറ്റി അറിഞ്ഞവർ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് വരാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ രാജ്യം വളരാൻ തുടങ്ങി. ഇവളാണ് ആശ. ഈ ആട്ടിൻകുട്ടിയാണ് ഇവളുടെ പെറ്റ്. പേര് വാലന്റീനോ. ആശയുടെ മുത്തശ്ശന് ഇന്നാണ് 100ാം ജന്മദിനം. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന വിഷിംഗ് സെറമണിയിൽ രാജാവ് അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റുമെന്ന് ആശ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവളുടെ അമ്മ മുത്തശ്ശന് ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാനായി അവളെ വിളിക്കുന്നു. പക്ഷെ അവൾ രാജ്യത്തിലേക്ക് പുതുതായി വന്ന ആളുകൾക്ക് എല്ലാം പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്നും ഇവിടേക്ക് കുറെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്കൊരു പാട്ടിലൂടെ സിറ്റിയെ പറ്റിയും രാജാവിനെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ സിറ്റിയിലേക്ക് വന്ന ഒത്തിരി പേർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറിയിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഈ സിറ്റി ഉണ്ടാക്കിയത് ഞങ്ങളുടെ രാജാവും അദ്ദേഹത്തിന്റെ വൈഫുമാണ്. ഞങ്ങളുടെ രാജാവ് വളരെയധികം ശക്തിശാലിയാണ്. ഒരാൾക്ക് 18 വയസ്സ് തികയുമ്പോൾ അവർ എന്താകണമെന്നാണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം രാജാവിനെ ഏൽപ്പിക്കണം. എല്ലാവരുടെയും ആഗ്രഹങ്ങളും ഒന്നും പറ്റാതെ സൂക്ഷിച്ചു വെച്ച് മാസത്തിലൊരിക്കൽ വിഷിംഗ് സെറമണി നടത്തി ഒരാളെ സെലക്ട് ചെയ്ത് അയാളുടെ ആഗ്രഹം നിറവേറ്റും. ആ ഒരാൾ നിങ്ങളായിരിക്കാം. പക്ഷെ ഇന്ന് ആ ഒരാൾ എന്റെ മുത്തശ്ശനായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാജാവിന്റെ അടുത്ത് ആഗ്രഹങ്ങൾ ഏൽപ്പിക്കുന്നവർ ആ ആഗ്രഹം എന്താണെന്ന് പോലും മറന്നുപോകും. കുറച്ചു നേരത്തിനുള്ളിൽ ഇന്നിവിടെ ഒരു വിഷിംഗ് സെറമണി നടക്കാൻ പോവുകയാണ്. നിങ്ങൾ നേരിൽ കണ്ട് എൻജോയ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നു. അടുത്ത സീൻ കൊട്ടാരത്തിൽ കാണിക്കുന്നു. ഇവളാണ് ഡാലിയ, ആശയുടെ ക്ലോസ് ഫ്രണ്ട്. ആശ രാജാവിന്റെ അസിസ്റ്റന്റായി ചേരുന്നതിനുള്ള ഇന്റർവ്യൂ ഇനിയും കുറച്ചു നേരത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവൾ വളരെയധികം ടെൻഷനിലാണ്. നല്ല ടെൻഷൻ കൊണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ വായിക്കുന്നെങ്കിലും പ്രശ്നമുണ്ടോ നീ നോക്ക്. ആശ, നീ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് കൺഫ്യൂസ് ആവുകയാണ്. എല്ലാം നന്നായി തന്നെയാണ് നടക്കുന്നത്, പേടിക്കണ്ട. നിനക്ക് ചുറ്റും നിന്റെ ഫ്രണ്ട്സ് ഉണ്ട്. സോ ഇവരാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ആശയുടെ 7 ഫ്രണ്ട്സ്. ഒരുത്തൻ എപ്പോഴും തുമ്മിക്കൊണ്ടിരിക്കും. ഇവനാണ് സൈമൺ, എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും. ഇവൻ ഗാബോ, എപ്പോഴും ഗൗരവത്തിലായിരിക്കും. അതിൽ സാഫി തുമ്മിയതാണ്. ഓ ആണോ, താങ്ക്സ്. പൊതുവെ രാജാവിന്റെ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യുന്നവരുടെയും അവരുടെ ഫാമിലിയുടെയും ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറും. അതുകൊണ്ടല്ലേ നീ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ച് ഗാബോ കളിയാക്കുന്നു. പക്ഷെ സത്യത്തിൽ ആശയ്ക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. അത് മാത്രമല്ല ഇവൾക്ക് ഇതുവരെയും 18 വയസ്സ് ആയിട്ടുമില്ല. ഇതാണ് അമായ രാജ്ഞി. രാജാവ് റെഡിയാണ്, ഇന്റർവ്യൂവിന് നിന്നെ വരാൻ പറഞ്ഞു എന്ന് പറയുന്നു. ഓക്കെ, ഐ ആം റെഡി. അയ്യോ, ഞാൻ റെഡിയല്ലേടി. പേടിക്കാതെ പോയിട്ട് വാ, എല്ലാം നന്നായി തന്നെ നടക്കും. ബൈ. എപ്പോഴും നല്ലത് മാത്രം നടക്കുമെന്ന് വിചാരിക്കല്ലേ. പോകുന്ന വഴിക്ക് തന്നെ രാജാവിന് എന്തൊക്കെയാണ് ഇഷ്ടം, അദ്ദേഹത്തിനോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നിങ്ങനെ കുറച്ച് ടിപ്സ് രാജ്ഞി തന്നെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആശ പൊതുവെ ഈ രാജ്യത്തോടും ജനങ്ങളോടും വളരെയധികം സ്നേഹമുള്ളവളായതുകൊണ്ടാണ് രാജ്ഞി അവളെ ഹെൽപ്പ് ചെയ്യുന്നത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ വരും. ഞാൻ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് പോവുകയാണ്. രാജാവിന്റെ റൂമിൽ മാജിക്കിനെ പറ്റിയുള്ള ഒത്തിരി ബുക്സ് ഉണ്ട്. അതിലൊരു ബുക്ക് ഒരു ഗ്ലാസ് കേസിനകത്ത് ഭദ്രമായി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്താ ഇത്? ആ ബുക്ക് വളരെയധികം ആപത്ത് നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് അതിന്റെ ഗ്ലാസ്സിൽ ഒരു മാജിക് സ്പെൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അയ്യോ, ഞാൻ തുടക്കം തന്നെ ഫ്ലോപ്പ് ആക്കി, എന്നോട് ക്ഷമിക്കൂ.
അങ്ങനെയല്ല, നിന്നെ പറ്റി ഞാൻ കേട്ടറിഞ്ഞത് കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്. എന്റെ അസിസ്റ്റന്റ് ആവാൻ നീ എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നതെന്ന് പറ. എനിക്കെല്ലാവരോടും വളരെയധികം സ്നേഹമാണ്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ പഠിക്കും. ഡ്രോയിങ്ങും അറിയാം. എന്റെ അച്ഛനാണ് എനിക്കത് പഠിപ്പിച്ചു തന്നത്. നിന്റെ അച്ഛനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം എപ്പോഴും നക്ഷത്രങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഞാനും അച്ഛനും ഇടയ്ക്കിടെ ആ മരക്കൊമ്പിൽ കയറും. നക്ഷത്രങ്ങൾ നമുക്ക് വഴി കാണിച്ചു തരും, നമുക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തരുമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരിച്ചു. ആശ, എന്റെ കുഞ്ഞിലെ തന്നെ എനിക്ക് എന്റെ മുഴുവൻ കുടുംബത്തെ നഷ്ടമായി. ഞങ്ങളുടെ സ്ഥലത്തെ സെൽഫിഷായ കൊള്ളക്കാർ മുഴുവനായി നശിപ്പിച്ചു. അതിനുശേഷമാണ് ഞാൻ മാജിക് പഠിച്ചത്, ഈ രാജ്യമുണ്ടാക്കിയത്, ഇവിടെ എല്ലാവരെയും ഭദ്രമായി സംരക്ഷിച്ചു വരുന്നത്. ആരുടെയും ആഗ്രഹങ്ങൾ നശിച്ചു പോകുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അസിസ്റ്റന്റ് ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കൂടെ വാ. ആശ, ഈ സ്ഥലത്ത് ഇതിനു മുൻപ് ഞാൻ ചുരുക്കം ചിലരെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. കാരണം ഇതെല്ലാം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വാവ്, ഇതെല്ലാം കാണാൻ ജീവനുള്ളതുപോലെയുണ്ട്. അതെ അതെ, അങ്ങനെ തന്നെയാണ്. നീ തന്നെ നോക്ക്. എല്ലാവരും ആഗ്രഹങ്ങളെ വെറും ഐഡിയകളാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ സത്യത്തിൽ അത് ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്. അതും ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗം. പല വർഷങ്ങളായി ഒത്തിരി പേരുടെ ആഗ്രഹങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നിട്ടും ഇദ്ദേഹത്തിന് ആഗ്രഹങ്ങളോടുള്ള ഇഷ്ടം കുറയുന്നേയില്ല. ആ ആഗ്രഹങ്ങളെ എൻജോയ് ചെയ്യുന്നു. ഒരാളുടെ ജീവിതത്തിൽ ആഗ്രഹമാണ് എല്ലാം. എന്ത് വന്നാലും ശരി, ഈ ആഗ്രഹങ്ങളെ ഞാൻ ഭദ്രമായി സംരക്ഷിക്കുമെന്ന് പാടിക്കൊണ്ടിരിക്കുന്നു. I will protect you. If you're ever feeling like you're lost, to be right by you, find you and protect you at all. I will protect you. പാട്ട് തീർന്നതും ഇന്നെന്റെ മുത്തശ്ശന്റെ 100ാം ജന്മദിനമാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റാൻ പറ്റുമോ എന്ന് ആശ ചോദിക്കുന്നു. ഇത്ര പെട്ടെന്ന് ചോദിച്ചോ? സാധാരണ എല്ലാവരും കുറച്ചുനാളെങ്കിലും വെയിറ്റ് ചെയ്യുമായിരുന്നു. ശരി, സാരമില്ല, നോക്കട്ടെ. ആശയുടെ മുത്തശ്ശൻ ഒരു മ്യൂസീഷ്യൻ ആകാനാണ് ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുന്നവർ അതിൽ അലിഞ്ഞു നിൽക്കുന്നു. പക്ഷെ അത് കണ്ട രാജാവ് അത് തെറ്റിദ്ധരിക്കുന്നു. നിന്റെ മുത്തശ്ശന്റെ പാട്ടിൽ എന്തോ പ്രശ്നമുണ്ട്. അത് കേൾക്കുന്നവരെ കൊണ്ട് റോസസിന് തന്നെ ആപത്താണെന്ന് പറയുന്നു. എന്റെ മുത്തശ്ശൻ അങ്ങനെ ഒരാളല്ലെന്ന് ആശ പറഞ്ഞാലും റോസസിന് ഏതാണോ നല്ലത് ആ ആഗ്രഹങ്ങളെ മാത്രമേ ഞാൻ സാധിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് രാജാവ് അത് നിരസിക്കുന്നു. ഇവിടെയുള്ള ആഗ്രഹങ്ങളിൽ ഒത്തിരി ആഗ്രഹങ്ങൾ ഒരിക്കലും നിറവേറ്റപ്പെടില്ലെന്ന് ആശ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ആഗ്രഹങ്ങളെ ജനങ്ങൾക്ക് തന്നെ തിരികെ നൽകിക്കൂടെ? അവരെങ്കിലും അത് നേടിയെടുക്കാൻ ശ്രമിക്കുമല്ലോ എന്നവൾ ചോദിക്കുന്നു. ജനങ്ങൾ അവരുടെ ആഗ്രഹം നിറവേറുമെന്നൊരു വിശ്വാസത്തിലാണ് ഇവിടെ വരുന്നത്. അവർ സ്വന്തം ഇഷ്ടത്തോടെയാണ് അവരുടെ ആഗ്രഹങ്ങളെ എന്നെ ഏൽപ്പിക്കുന്നത്. ഞാൻ അവരുടെ വിഷമങ്ങളെ മാറ്റുന്നു. നിങ്ങൾ അവരുടെ ആഗ്രഹങ്ങളെയും ദുഃഖങ്ങളെയും അല്ല മാറ്റുന്നത്, അവരുടെ മനസ്സിനെ തന്നെ മറവിലാക്കുകയാണ്. റോസസിലെ ജനങ്ങളെല്ലാം അവരുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ പൂർണ്ണ യോഗ്യതയുള്ളവരാണ്. അവരുടെ ആഗ്രഹങ്ങൾ നിറവേറിയിരിക്കണം. എപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. രാജ്ഞി അകത്തേക്ക് വന്ന് ഫംഗ്ഷന് ടൈമായെന്ന് പറയുന്നു. ഫംഗ്ഷനിൽ ആശയെ രാജ്ഞിയുടെ അടുത്ത് തന്നെ ഇരുത്താൻ രാജാവ് പറയുന്നു. അടുത്ത സീനിൽ ആ വിഷിംഗ് സെറമണി സ്റ്റാർട്ട് ആവുന്നു. രാജാവ് എല്ലാവരുടെയും മുന്നിൽ വന്ന് വളരെ ഉത്സാഹത്തോടെ സംസാരിക്കുന്നു. ജനങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ഈ രാജ്യത്തിലേക്ക് പുതുതായി വന്ന 2 പേർ അവരുടെ ആഗ്രഹങ്ങളെ രാജാവിനെ ഏൽപ്പിക്കുന്നു. ആഗ്രഹങ്ങൾ കൊടുത്തു കഴിഞ്ഞതും അവരുടെ ഫേസ് സാഡായി മാറുന്നു. അതെന്താണെന്ന് പോലും അവർ മറക്കുന്നു. അടുത്തതായി ഇന്ന് ആരുടെ ആഗ്രഹമാണ് നിറവേറാൻ പോകുന്നതെന്ന് നോക്കാമെന്ന് രാജാവ് പറയുമ്പോൾ മുത്തശ്ശൻ വളരെയധികം ആഗ്രഹത്തോടെ നോക്കി നിൽക്കുന്നു. പക്ഷെ രാജാവ് മനഃപൂർവ്വം ഒരു ലേഡിയുടെ പേര് പറയുന്നു. അവർ വളരെയധികം ഭംഗിയുള്ള ഡ്രസ്സ് തയ്ക്കാൻ കഴിവുള്ള ബെസ്റ്റ് ടൈലർ ആകണമെന്നാണ് ആഗ്രഹിച്ചത്. രാജാവ് ആ ആഗ്രഹം നിറവേറ്റുന്നു. മുത്തശ്ശന്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കാത്തത് കൊണ്ട് ആശയുടെ ഫ്രണ്ട്സ് സങ്കടപ്പെടുന്നു. ആശ, നിന്നെ എന്റെ അസിസ്റ്റന്റ് ആക്കാൻ സാധിക്കില്ല. പിന്നെ നിന്റെ മുത്തശ്ശന്റെയും അമ്മയുടെയും ആഗ്രഹങ്ങൾ എപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും, നിരന്തരമായി. രാജ്ഞിക്ക് എന്തോ പന്തികേട് തോന്നുന്നു. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. രാത്രി വീട്ടിലേക്ക് വന്നതും ആശ അവിടെ കണ്ടതും അറിഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും ഇവരോട് പറയുന്നു. നിങ്ങളുടേതുപോലെ തന്നെ വേറെയും ഒത്തിരി പേരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നിറവേറില്ലെന്ന് സങ്കടത്തോടെ പറയുന്നു. പക്ഷെ മുത്തശ്ശൻ അത് എന്ത് ആഗ്രഹമാണെന്ന് പോലും അറിയാതെ രാജാവ് എന്ത് പറഞ്ഞാലും അത് കറക്റ്റ് ആയിരിക്കും. ആ ആഗ്രഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവും. അതൊരിക്കലും നിറവേറില്ലെന്ന് അറിഞ്ഞിട്ടും അതിനെപ്പറ്റി സംസാരിച്ച് എന്നെ വിഷമിപ്പിച്ചു എന്ന് പറയുന്നു. മുത്തശ്ശൻ തന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്ത് ആശ വളരെയധികം വിഷമത്തിൽ അവിടെ നിന്ന് പോകുന്നു. മനസ്സിലുള്ള വിഷമം ആരോടെങ്കിലും പറഞ്ഞാൽ ഭാരം കുറയുമെന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഭാരം കൂടിയത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? ഞാനൊരു കൊച്ചുകുട്ടിയായതുകൊണ്ട് ഞാനാണ് തെറ്റിദ്ധരിക്കുന്നതെന്ന് പറയുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നക്ഷത്രങ്ങളെ എനിക്ക് വഴി കാണിക്കൂ. ഇവിടെയുള്ള ജനങ്ങൾ സ്നേഹം നിറഞ്ഞവരാണ്. അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ തിരികെ കിട്ടണം. ഇതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് ആകാശത്തെ ഒരു നക്ഷത്രത്തെ നോക്കി അവളുടെ ആഗ്രഹങ്ങൾ ഒരു പാട്ടായി പാടുന്നു. So I look up at the stars. I'm sure there will be challenges that find. Oh, I make this wish to
കഴിഞ്ഞതും ആകാശത്തുള്ള ഏതോ ഒരു നക്ഷത്രം ഭയങ്കരമായി പ്രകാശിക്കുന്നു. അത് വെളിച്ചം മാത്രമല്ല, അവിടെയുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു സന്തോഷവും ഉണ്ടാക്കുന്നു. അവർക്കെല്ലാവർക്കും അത് ഫീൽ ചെയ്യാനും സാധിക്കുന്നു. പക്ഷെ അതേസമയം കൊട്ടാരത്തിനുള്ളിലെ ആഗ്രഹങ്ങളിൽ എന്തോ വ്യത്യാസം കണ്ടതുകൊണ്ട് രാജാവ് അത് തനിക്ക് വന്ന ഒരു മുന്നറിയിപ്പായി കാണുന്നു. എന്തോ ഒരു ആപത്ത് വരാൻ പോവുകയാണെന്ന് വിചാരിക്കുന്നു. അതെന്തായിരുന്നു? കാണാൻ വ്യത്യസ്തമായിരുന്നല്ലേ? ആ പ്രകാശം പുതിയൊരു വിശ്വാസം തന്നു. വളരെ സന്തോഷം തോന്നിയില്ലേ? വാലന്റീനോ, റിപ്ലൈ ചെയ്യ്. Creepy. നീ എന്താണ്? നിന്നെ കാണാൻ സ്റ്റാർ പോലെയുണ്ട്. സോ ഇവിടെ ഇവളെ അന്വേഷിച്ച് വന്നിരിക്കുന്നത് ഒരു സ്റ്റാർ തന്നെയാണ്. സ്റ്റാറിന്റെ പാർട്ടിക്കിൾസ് എന്തിലൊക്കെ വീഴുന്നോ അതൊക്കെ സംസാരിക്കാനും തുടങ്ങുന്നു. ഇത് വർക്കായില്ല, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഓ, എനിക്കൊരു 1000 ചോദ്യങ്ങളുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നത്? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ ഒരു സിമ്പിളായ ഉത്തരമാണ്. നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നീ, ഞാൻ, നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. ചെറിയൊരു വിത്തായിരുന്നാലും ചെടിയായിരുന്നാലും മരമായിരുന്നാലും പൂക്കളായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും നമ്മുടെ രൂപങ്ങളാണ് മാറുന്നത്. അല്ലാതെ എല്ലാവരും ഒന്ന് തന്നെയാണ്. കാരണം ബേസിക്കായി നമ്മളെല്ലാവരും സ്റ്റാർസ് ആണെന്ന് പറഞ്ഞ് അവിടെയുള്ള പക്ഷികളും മൃഗങ്ങളും ചേർന്ന് സൂപ്പറായ ഒരു പാട്ട് പാടുന്നു. Or white flowers in the wind turns a pine from a seed. It's me. And why our eyes all You've been trying to figure out just who you are. You're a star. Did we just blow your mind? Well, I've known the entire system. Solar. We're taking wise right out of mystery closure. Sun. See that too. But if you just see the mushrooms, then you'll understand. Well, you don't have to look too hard. You're a star. You are. I'm a star. Auditory. This might sink in the morning. Well, I'll let star do it for me. You don't have to look too hard. Who you are. You're a star. It's who you are. I'm a star. You know who's looking sharp? Watch out, world. Here you are. വാവ്, ഇത് വളരെ സൂപ്പർ ആയിരുന്നു. നമ്മളെല്ലാവരും സ്റ്റാർസുമായി കണക്റ്റഡ് ആണെന്ന് അച്ഛൻ ഇടയ്ക്കിടെ പറയുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാറിനെ നോക്കി വിഷ് ചെയ്തത്. ഇപ്പൊ നീ എനിക്ക് വേണ്ടി വന്നിരിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരുടെയും ആഗ്രഹങ്ങളെ രാജാവ് കൊട്ടാരത്തിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ബ്ലൂ കളറിൽ കാണാനൊരു ബോൾ പോലെ ഉണ്ടാവും. ആ അതെ, കറക്റ്റ് ആണ്. അത് തന്നെയാണ് കൊട്ടാരം. അവിടെ പോകാമെന്നാണോ പറയുന്നത്? നമ്മളതെടുത്താൽ അത് മോഷണമല്ലേ? ഏയ്, ഒന്ന് വെയിറ്റ് ചെയ്യ്, നമുക്കൊരു പ്ലാൻ വേണം. ഒരു വശത്ത് രാജാവിനെ കാണിക്കുന്നു. ആ വെളിച്ചമുണ്ടാക്കിയത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ രാജ്യത്തിന് വീണ്ടും ഒരു ആപത്തും ഉണ്ടാവാൻ അനുവദിക്കരുത്. ഇത് എങ്ങനെയും തടഞ്ഞേ മതിയാവൂ എന്ന് പറഞ്ഞ് എല്ലാ ബുക്സും വായിക്കുന്നു. പക്ഷെ ഒരു ക്ലൂവും കിട്ടുന്നില്ല. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ഗ്ലാസ് ബോക്സിനകത്ത് അടച്ചു വെച്ചിരുന്ന വളരെയധികം ആപത്ത് നിറഞ്ഞ ആ ബുക്ക് പുറത്തെടുക്കുന്നു. ഈ ബുക്കിലുള്ള മന്ത്രങ്ങൾ നിരോധിക്കപ്പെട്ടതാണ്. ഒരുപക്ഷെ അത് ദുഷ്ടശക്തിയായിരിക്കാം. അത് നിങ്ങളെ തന്നെ മാറ്റാൻ സാധ്യതയുണ്ട്. ദയവ് ചെയ്ത് അത് എടുത്ത സ്ഥലത്ത് തന്നെ തിരികെ വെക്കൂ എന്ന് പറഞ്ഞ് രാജ്ഞി അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ആ പ്രകാശം എങ്ങനെ വന്നെന്നറിയണം. അത്രയല്ലേ ഉള്ളൂ. അത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. നമ്മുടെ ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ശരിയാണ് നീ പറഞ്ഞത്. റോസസിന് നിന്നെ പോലെ ഒരു രാജ്ഞിയെ തന്നെയാണ് ആവശ്യം, എന്നെ പോലെ ഒരു രാജാവിനെയും. ഏയ്, നീ എന്താണ് ചെയ്യുന്നത്? കുറച്ചു നേരം ഒന്ന് അടങ്ങിയിരിക്കാമോ? എല്ലാവരും നമ്മളെയാണ് ശ്രദ്ധിക്കുന്നത്. ആശ ആ സ്റ്റാറിനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് വരുന്നു. ഓക്കെ, ഇപ്പൊ നീ വെളിയിലേക്ക് വാ. ഞാൻ പോയി ഡാലിയെ കണ്ടിട്ട് വരാം. രാജാവിന്റെ റൂമിലേക്ക് പോകാൻ വേറെ ഏതെങ്കിലും വഴിയുണ്ടാവും. പക്ഷെ നീ പോയിട്ട് വരുന്നത് വരെ ഇവനെ ഹാൻഡിൽ ചെയ്യുന്നത് ചെറിയ കാര്യമാണെന്ന് തോന്നുന്നില്ല. മിണ്ടാതിരിക്കെ, ഞാൻ പെട്ടെന്ന് വരാം. എന്താ, ഇവിടെയോ? ആശയുടെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ തന്നെയാണ് ഉള്ളത്. അവരും ഇന്നലെ കണ്ട വെളിച്ചത്തിനെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഡാലിയ കൊട്ടാരത്തിലെ കുക്കായാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് രാജാവിന്റെ സ്റ്റഡി റൂമിലേക്ക് പോകാൻ എന്തെങ്കിലും ഐഡിയ കിട്ടുമോ എന്ന് അറിയാനാണ് ഇവൾ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്റ്റാറിനെ അടച്ചു വെച്ചിരിക്കുന്ന റൂമിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇവൾ അത് ആരും അറിയാതിരിക്കാൻ ശ്രമിച്ചു തന്നെയാണ് സംസാരിക്കുന്നത്. നിന്റെ അടുത്ത് എന്തോ ഒരു വ്യത്യാസമുണ്ട്. നീ എന്തോ ഒളിപ്പിക്കുകയാണ്. ഇല്ലല്ലോ, ഞാനൊന്നും ഒളിപ്പിച്ചില്ലല്ലോ. നീ പറയുന്നോ അതോ ഞങ്ങൾ വാതിൽ പൊളിക്കണോ? വേണ്ട, ഞാൻ പറയാം. But your voice is ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണ്. എന്നെ കണ്ടപ്പോൾ എന്താണ് സാഡ് ആയത്?
ആ സ്റ്റാർ എല്ലാവരോടും വളരെ ഈസിയായി ക്ലോസ് ആവുമെങ്കിലും ഗാബോ മാത്രം അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നില്ല. അതിനെ കണ്ട് പേടിച്ചോടുന്നു. ഞാൻ സ്റ്റാറിനെ നോക്കി വിഷ് ചെയ്തു, അതുകൊണ്ട് ആ സ്റ്റാർ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്നിവൾ നടന്ന കാര്യങ്ങൾ പറയുന്നു. അതേസമയം പൊതുജനങ്ങളെല്ലാം ഒന്നിച്ചുകൂടാൻ പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് ഒരു അലാം മുഴങ്ങുന്നു. ഈ സ്റ്റാറിനെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. ദയവ് ചെയ്ത് ഇതിനെപ്പറ്റി ആരും പുറത്തു പറയരുത്. എന്റെ വിഷ് കാരണം ഇവിടെയുള്ള ആർക്കും ഒരു ആപത്തും ഉണ്ടാകില്ലെന്ന് ആശ പ്രോമിസ് ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്നു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് അവിടെ നിന്ന് പോകുന്നു. മറ്റുള്ളവർ പോയതിനു ശേഷം ഡാലിയോട് മാത്രം ആശ സംസാരിക്കുന്നു. എനിക്കും രാജാവിനും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, പ്രശ്നമായി. എന്റെ മുത്തശ്ശന്റെയും അമ്മയുടെയും ആഗ്രഹങ്ങൾ അദ്ദേഹം ഒരിക്കലും നിറവേറ്റില്ല. സോ അതുമാത്രം ഞാൻ തിരികെ എടുത്തുകൊണ്ട് പോകാം, ദയവ് ചെയ്ത് എന്നെ സഹായിക്കെന്ന് പറയുന്നു. ഡാലിയെ കിച്ചണിൽ നിന്ന് രാജാവിന്റെ സ്റ്റഡി റൂമിലേക്ക് ഫുഡ് കൊണ്ടുപോകുന്ന ലിഫ്റ്റ് പോലൊരു സ്ഥലം കാണിക്കുന്നു. ഇവർ മൂന്നുപേരും ഉടനെ അതിനകത്തേക്ക് കയറുന്നു. രാജാവ് പെട്ടെന്ന് തിരികെ വരാൻ പാടില്ല. അദ്ദേഹത്തിനോട് ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് സമയം കളയാൻ പറയുന്നു. കൊട്ടാരത്തിന് മുന്നിൽ കൂടിയ ജനങ്ങളെല്ലാം ഇന്നലെ രാത്രി കണ്ട പ്രകാശത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അത് ഉണ്ടാക്കിയത് തന്നെ രാജാവാണെന്ന് അവർ വിശ്വസിക്കുന്നു. അത് ഞാനല്ല, നമ്മുടെ ഇടയിൽ ഒരു ദ്രോഹിയുണ്ട്. അവനാണ് നിരോധിച്ചിരിക്കുന്ന മാജിക് എനിക്കെതിരായി പ്രയോഗിച്ചിരിക്കുന്നത്. അത് ആരാണെന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും വലിയ ശിക്ഷ നൽകുമെന്ന് രാജാവ് പറയുന്നു. ആശ കൊട്ടാരത്തിനുള്ളിലെ സ്റ്റഡി റൂമിലേക്ക് വന്നെങ്കിലും ആ ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ആവുന്നില്ല. അവളെ ഹെൽപ്പ് ചെയ്യാനായി സ്റ്റാർ ശ്രമിക്കുമ്പോൾ അറിയാതെ അവിടെ തീ പിടിക്കുന്നു. നമ്മുടെ ഇടയിലുള്ള ആ ദ്രോഹിയെ പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് രാജാവ് പോകുന്നു. ആശ പറഞ്ഞതുപോലെ തന്നെ രാജാവ് പോകാതെ ഇരിക്കാനായി ഡാലിയ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. സൂചന നൽകുന്നവർക്ക് എന്ത് പാരിതോഷികം കിട്ടുമെന്ന് ജനങ്ങളും ചോദിക്കുന്നു. ആ ഗ്യാപ്പിൽ ആശ വളരെയധികം കഷ്ടപ്പെട്ട് സ്റ്റഡി റൂമിലെ തീ അണയ്ക്കുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഇത് തുറക്കുന്നത്? ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ? സ്റ്റാർ ഏത് വിഷിൽ തൊട്ടാലും അത് ആരുടെ വിഷയാണെന്ന് കറക്റ്റായി കാണാൻ സാധിക്കുന്നു. അമ്മയെയും മുത്തശ്ശനെയും കാണിച്ച് ഇവരുടെ വിശ്വസ് വേഗം അന്വേഷിച്ച് കണ്ടെത്താൻ പറയുന്നു. പക്ഷെ അവിടെ ആയിരക്കണക്കിന് വിശ്വസ് ഉണ്ട്. ഞങ്ങളുടെ വിശ്വസ് സേഫ് ആണോ? ഞങ്ങൾക്കത് കാണാൻ കഴിയുമോ? ഞങ്ങൾ എന്തുകൊണ്ടാണ് അത് മറന്നുപോയത്? ഞങ്ങളുടെ വിഷ് മാറ്റാൻ കഴിയുമോ? ഇങ്ങനെ കുറെ പേർ കുറേയേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജാവിന് ദേഷ്യം വരുന്നു. ആ ദ്രോഹിയെ പറ്റി ആരാണോ ഇൻഫോം ചെയ്യുന്നത് അയാളുടെ ആഗ്രഹം ഉടനെ സാധിച്ചു തരും. ആ ദ്രോഹി ആരൊക്കെ ഹെൽപ്പ് ചെയ്തോ അവരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നിറവേറില്ലെന്നും പറഞ്ഞിട്ട് പോകുന്നു. ഇത്രയും കാലമായി ഇവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചു. അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാതെ സേഫായി നോക്കിയ എന്നെ നോക്കി ഓരോരുത്തരും ആവശ്യമില്ലാതെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്കാർക്കും ഒരു നന്ദിയുമില്ല എന്ന് പറഞ്ഞ് രാജാവ് വളരെയധികം ദേഷ്യത്തിൽ ഒരു പാട്ട് പാടുന്നു. ആ പാട്ടിൽ ഞാനാണ് സുന്ദരൻ, ഞാനാണ് വലിയവൻ, ഞാൻ കാരണമാണ് ജനങ്ങൾ ഹാപ്പി ആയിരിക്കുന്നത് എന്ന് പറഞ്ഞ് സ്വയം പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്നു. You're so brilliant. Oh, you're cute and strong and bold and brave. Thanks much. Are you sure the earmuffs prop is last year? രാജാവ് വളരെ പെട്ടെന്ന് തിരികെ വന്നതുകൊണ്ട് ആശ മുത്തശ്ശന്റെ ആഗ്രഹം മാത്രം എടുത്ത് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. And this is the thanks I get. ദേഷ്യത്തിലായിരുന്ന രാജാവ് നിരോധിക്കപ്പെട്ട മാന്ത്രിക ബുക്ക് എടുക്കുന്നു. ആ പേജസ് കണ്ടതും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ദുഷ്ടശക്തി രൂപം കൊള്ളുന്നു. Anything to make that light reverse call for desperate measures. I remain unbent. Come out now. And this is the thanks I get. And this is the thanks I get. ആ ബുക്കിനെ പറ്റി ഫുള്ളായി മനസ്സിലാക്കുന്നതിനായി സ്റ്റഡി റൂമിന്റെ അടിയിലുള്ള വേറൊരു റൂമിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് വന്ന ആശ മുത്തശ്ശന്റെ ആഗ്രഹം അദ്ദേഹത്തിന് തന്നെ തിരികെ നൽകുന്നു. മുത്തശ്ശൻ അത് കണ്ട് വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ എന്റെ ആഗ്രഹം രാജാവിനെ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്തണയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം തിരികെ കിട്ടിയത് കൊണ്ട് ഹാപ്പിയായി ഫീൽ ചെയ്യുന്നു. അടുത്തത് നിങ്ങളുടെ ആഗ്രഹം കൊണ്ടുവരാമെന്ന് ആശ പറയുമ്പോൾ കറക്റ്റായി അതേസമയം തന്നെ രാജാവ് അവിടേക്ക് വരുന്നു. ആ സ്റ്റാർ എവിടെ? അതിനെ വരുത്തിക്കാൻ നീ എന്ത് മാജിക്കാണ് യൂസ് ചെയ്തത് എന്ന് ഇദ്ദേഹം ചോദിക്കുന്നു. എനിക്ക് ഒരു മാജിക്കും അറിയില്ല. കൊട്ടാരത്തിലുള്ള ഒരു വിഷം നിങ്ങളുടേതുമല്ല. എല്ലാം തിരികെ കൊടുക്കൂ എന്ന് അവൾ പറയുന്നു. അങ്ങ് അവളോട് ക്ഷമിക്കണം, അവൾക്ക് തെറ്റുപറ്റിയതാണെന്ന് അമ്മ പറയുന്നു. രാജാവ് അമ്മയുടെ ആഗ്രഹവും കയ്യിൽ കൊണ്ടുവന്നിരുന്നു. അത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ തകർത്ത് കളയുന്നു. അതിൽ നിന്ന് രാജാവിന് വീണ്ടും ശക്തി ലഭിക്കുന്നു. അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് ഫീൽ ചെയ്യുന്നു. സ്റ്റാർ പുറത്തേക്ക് വന്ന് രാജാവിനെ അറ്റാക്ക് ചെയ്യുന്നു. രാജാവിനെ മാനേജ് ചെയ്ത് എല്ലാവരും വീടിനകത്ത് നിന്ന് രക്ഷപ്പെടുന്നു. ഒരു മൃഗത്തിന്റെ മനസ്സ് വേറൊരു മൃഗത്തിന് മാത്രമേ മനസ്സിലാവൂ. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ സ്ഥലത്തേക്ക് തന്നെ തിരികെ പൊയ്ക്കോ. ആരെങ്കിലും ചോദിച്ചാൽ ഊമയായി അഭിനയിക്ക്. സോ ഇവരെല്ലാവരും രാജാവിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നു. രാജാവ് അമ്മയുടെ ആഗ്രഹം തകർത്ത് കളഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് വളരെയധികം വിഷമം തോന്നുന്നു. അവർക്കത് ഫീൽ ചെയ്യുന്നു. എനിക്കെല്ലാം മാറ്റാൻ സാധിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ എന്റെ വിഷ് കാരണമാണ് എന്റെ ഫാമിലി വിഷമത്തിലായിരിക്കുന്നത്. റോസസിലെ എല്ലാവരും ഇപ്പോൾ ആപത്തിലാണ്. ആശ, ഈ രാജ്യത്തിലെ ആളുകൾക്ക് ആപത്ത് നീ കാരണമല്ല, ആ രാജാവ് കാരണമാണ്. സ്റ്റാറും ആശയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ആ ദ്വീപിലേക്ക് പോയി ഒളിച്ചിരിക്കൂ. ഈ പ്രശ്നം ഞാനാണ് ആരംഭിച്ചത്, ഞാൻ തന്നെ അത് അവസാനിപ്പിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ഞാനിത് ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞ് ആശ വീണ്ടും കൊട്ടാരത്തിലേക്ക് തന്നെ പോകുന്നു.
അതേസമയം കൊട്ടാരത്തിനകത്ത് കാണിക്കുന്നു. ആ സ്റ്റാറിനോളം ശക്തിയുള്ള ഒരു സ്റ്റാഫ് ഉണ്ടാക്കുന്നതിനായുള്ള മാജിക് രാജാവ് ആ ബുക്കിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്യുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. Of this. വിചാരിച്ചതുപോലെ തന്നെ ആ സ്റ്റാഫ് ഉണ്ടാക്കുന്നു. അത് രാജ്ഞി കാണുന്നു. നിങ്ങൾ ആ നിരോധിച്ച മാജിക് ബുക്ക് എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം ഓൾറെഡി ദുഷ്ടശക്തിക്ക് അടിമയായി മാറിയിരുന്നു. രാജ്ഞി പറയുന്നത് ഒന്നും തന്നെ കേൾക്കുന്നില്ല. ആശയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നു. ആശ അങ്ങനെ ഒരാളല്ലല്ലോ എന്ന് രാജ്ഞി പറയുമ്പോൾ അദ്ദേഹം രാജ്ഞിയോട് ദേഷ്യപ്പെടുന്നു. ഞാനും നിങ്ങളും ചേർന്നാണ് ഈ രാജ്യം ഉണ്ടാക്കിയത്. റോസസിന് ഒരു ആപത്തും ഉണ്ടാവാൻ സമ്മതിക്കില്ലെന്ന് രാജ്ഞി പറഞ്ഞപ്പോഴാണ് രാജാവ് സമാധാനപ്പെടുന്നത്. അടുത്ത സീനിൽ പൊതുജനങ്ങളെല്ലാം വീണ്ടും ഒന്നിച്ചുകൂടാൻ അനൗൺസ് ചെയ്യുന്നു. ആശ ഒരു കുറ്റവാളിയാണെന്ന് കാണിച്ച് വാണ്ടഡ് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. ആശയും അവിടേക്ക് വന്നിരിക്കുന്നു. ഡാലിയെയും ബാക്കി ഫ്രണ്ട്സിനെയും കണ്ടെത്തണമെന്ന് പറയുന്നു. ഇവരുടെ ആഗ്രഹങ്ങളെയെല്ലാം ആശ മോഷ്ടിച്ചു. അവൾ ഒരു കുറ്റവാളിയാണെന്ന് പറയുന്നു. ഡാലിയയ്ക്കും മറ്റു ഫ്രണ്ട്സിനും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പേടിക്കണ്ട, ഞാനൊരു തമാശ കാണിച്ചതാണ്. ആശയും സ്റ്റാറും അടുത്തൊരു എലിയെ കണ്ട് എന്തോ പ്ലാൻ ചെയ്യുന്നു. ആശയാണ് ഇതിനെല്ലാം കാരണമെന്ന് കറക്റ്റായ സൂചന തന്നത് ആരാണെന്ന് അറിയാമോ? സൈമൺ. ആശ രാജ്ഞിയും ആശയും തമ്മിൽ സംസാരിച്ച ചില കാര്യങ്ങളാണ് ആ എലിയുടെ അടുത്ത് പറഞ്ഞയച്ചത്. രാജ്ഞി അത് മനസ്സിലാക്കുന്നു. രാജാവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈമന്റെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു കൊടുക്കുന്നു. രാജാവിന്റെ വിശ്വസ്തനും വളരെ അടുപ്പമുള്ളവനുമായ സൈന്യാധിപനായി മാറണമെന്നാണ് അവന്റെ ആഗ്രഹം. ഇവൻ വിശ്വസ്തനായ ഒരു ഫ്രണ്ടേ അല്ല. സൈമൺ സൈന്യാധിപനായി മാറിയതും ഇനിയും 6 ദ്രോഹികളുണ്ടെന്ന് പറഞ്ഞ ബാക്കിയുള്ളവരുടെയും പേര് പറയുന്നു. അവരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. സോ ആശ, അവളുടെ 6 ഫ്രണ്ട്സ്, വളരെ പ്രധാനമായും ആ സ്റ്റാർ, ഇതെല്ലാം കണ്ടുപിടിച്ചു തന്നാൽ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഉടനെ നിറവേറ്റുമെന്ന് രാജാവ് അനൗൺസ് ചെയ്യുന്നു. സോ ഇവർ 6 പേരും സേഫ് ആയ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നു. അവരെ ഫോളോ ചെയ്ത് ആശയും അവിടെ വരുന്നു. ഞാൻ ആരുടെയും ആഗ്രഹങ്ങൾ നശിപ്പിച്ചിട്ടില്ല. ഇതിനെല്ലാം കാരണം നമ്മുടെ രാജാവാണ്. രാജാവ് ഇന്ന് വളരെ വ്യത്യസ്തമായാണ് ബിഹേവ് ചെയ്തതെന്ന് ഇവരും മനസ്സിലാക്കുന്നു. ഇതിനെല്ലാം കാരണം നമ്മുടെ രാജാവാണ്. അദ്ദേഹം വളരെയധികം ദുഷ്ടനാണ്. ഈ സ്റ്റാറിനെ നോക്കി വിഷ് ചെയ്യുമ്പോൾ ഇതെല്ലാം നടക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സന്തോഷിക്കുന്നു. കാരണം രാജാവിന്റെ യഥാർത്ഥ മുഖം എല്ലാവർക്കും മനസ്സിലായി. നമ്മുടെ വിശ്വാസം സുരക്ഷിതമല്ല, ആപത്തിലാണെന്ന് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ മനസ്സിലാക്കിയ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തെ എതിർത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ഹെൽപ്പ് വേണമെന്ന് പാടുന്നു. അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും ചേർന്ന് പ്ലാനും ചെയ്യുന്നു. He can't keep down. Knowing what nothing but with something else. രാജ്ഞി അവിടേക്ക് വരുന്നു. അദ്ദേഹം പണ്ടത്തെ പോലെയല്ല, വളരെ വ്യത്യസ്തമായി ബിഹേവ് ചെയ്യുന്നു. ഞാനത് കണ്ടെന്ന് പറയുന്നു. ആ സ്റ്റാറിനെ അടിമയാക്കണമെന്ന് വിചാരിക്കുന്നു. അതിന്റെ മുഴുവൻ ശക്തിയും തനിക്ക് വേണമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തെ നമ്മൾ തടഞ്ഞേ മതിയാവൂ എന്ന് പറഞ്ഞ് രാജ്ഞിയും ആ ടീമിൽ ചേരുന്നു. But I know now. Of course we have a plan. How about Neverland? ഒരു വശത്ത് രാജാവ് എല്ലാവരുടെയും ഓരോ ആഗ്രഹങ്ങളായി തകർത്തുകൊണ്ടിരിക്കുന്നു. രാജ്ഞി അവിടേക്ക് വന്ന് അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആശയെ കാടിനടുത്ത് വെച്ച് കണ്ടെന്ന് രാജാവിനോട് പറയുന്നു. ആശയെയും സ്റ്റാറിനെയും പിടിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. സോ രാജ്ഞി മനഃപൂർവ്വം രാജാവിനെ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് ബാക്കി എല്ലാവരെയും അകത്തേക്ക് കൊണ്ടുവരുന്നു. എന്നെ അന്വേഷിച്ച് രാജാവ് വരുമ്പോൾ എനിക്ക് ആവുന്നത്ര ദൂരത്തേക്ക് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോകാം. നീ മറ്റുള്ളവരെ സഹായിക്ക്. സ്റ്റാർ ആശയെ സഹായിക്കുന്നതിനായി അവളുടെ കയ്യിൽ ഒരു വടി കൊടുത്ത് അതിനെ ഒരു മാന്ത്രിക വടിയാക്കി മാറ്റുന്നു. You have to go. Go now. പക്ഷെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അവൾക്കൊരു ഐഡിയയും ഇല്ല. കൊട്ടാരത്തിനകത്ത് ഇവരെല്ലാവരും ആ ആഗ്രഹങ്ങൾ അടച്ചു വെച്ചിരിക്കുന്ന റൂമിലേക്ക് വരുന്നു. അവരെ സഹായിക്കുന്നതിനായി സ്റ്റാറും അവിടേക്ക് വരുന്നു. രാജ്ഞി പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ആ റൂമിലുള്ള വലിയ വലിയ കയറുകളെ താഴേക്ക് വലിച്ചാൽ ആ റൂമിന്റെ റൂഫ് ടോപ്പ് ഓപ്പൺ ആവും. എല്ലാ വിശ്വസും പുറത്തേക്ക് പറന്നു പോകും. ഇതാണ് ഇവരുടെ പ്ലാൻ. ഇവർ രണ്ടുപേരും പുതുതായി ഉണ്ടാക്കിയ ആ മാജിക് സ്റ്റാഫിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ രാജാവിനെ ആ ദുഷ്ടശക്തിയുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നതിനോ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആ ബുക്കിൽ അന്വേഷിക്കുന്നു. ഇവരെല്ലാവരും ചേർന്ന് ആ റൂഫ് ടോപ്പ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് ഭയങ്കര വെയിറ്റ് ആണ്. ഇവർ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. 1, 2. I can't count. No! ആ സ്റ്റാഫിനെ തകർക്കാനും പറ്റില്ല, അതിൽ നിന്ന് വരുന്ന മാജിക്കിനെ നിർത്താനും സാധിക്കില്ല. ഈ ബുക്കിനകത്തുള്ള ദുഷ്ടശക്തി ഒരു പ്രാവശ്യം ഒരാളുടെ ഉള്ളിൽ കയറിയാൽ ജീവിതകാലം മുഴുവനും അതിനെ വേർപെടുത്താനാവില്ല. Work for me, stick! Falling if you jump. എല്ലാവരും ചാടുമ്പോൾ അവരുടെ എല്ലാം വെയിറ്റ് കാരണം ആ റൂഫ് ടോപ്പ് ഓപ്പൺ ആവുന്നു. എല്ലാ വിശ്വസും ഫ്രീ ആയി പുറത്തേക്ക് വരുന്നു. അത് ജനങ്ങളെല്ലാം കാണുന്നു. My will is strong.
ഒരു വശത്ത് രാജാവ് ആശയെ പിടിക്കുന്നു. ആ മാജിക് സ്റ്റിക്ക് പൊട്ടിക്കുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ ഇത്രയും നേരം അവളെ ഫോളോ ചെയ്തത് രാജാവായിരുന്നില്ല, സൈമൺ ആണ്. ഇവന്റെ മേലൊരു മാജിക് സ്പെൽ ചെയ്ത് രാജാവാണ് അവനെ അയച്ചത്. Anytime, Marsha. നോക്കുമ്പോൾ യഥാർത്ഥ രാജാവ് ഇപ്പോഴും കൊട്ടാരത്തിനകത്ത് തന്നെയാണുള്ളത്. അദ്ദേഹം എല്ലാ വിശ്വസിനുമൊപ്പം സ്റ്റാറിനെയും പിടിക്കുന്നു. ആ റൂമിന്റെ ഫ്ലോറിനെ മുകളിലേക്ക് ഉയർത്തുന്നു. ഹലോ റോസസ്, നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നു. എനിക്കത് ഇഷ്ടമായില്ല. നിങ്ങളാണ് ജനങ്ങളെയെല്ലാം പറ്റിച്ചത്. നീ പറഞ്ഞ കള്ളങ്ങളെല്ലാം മതിയമായ. എനിക്ക് ആവശ്യമായതെല്ലാം എനിക്ക് കിട്ടി. ഈ വിശ്വാസമൊന്നും നിങ്ങളുടേതല്ല, ഇതെല്ലാം എന്റേതാണ്. വരൂ ആശ മാഡം, നിങ്ങളും ജോയിൻ ചെയ്തതിൽ സന്തോഷം. പക്ഷെ നിന്നെ പറ്റി എനിക്ക് ഒരു പേടിയുമില്ല. എനിക്ക് ആവശ്യം ഇതിനെയാണ്. രാജാവ് സ്റ്റാറിനെ അദ്ദേഹം ഉണ്ടാക്കിയ സ്റ്റാഫിനകത്താക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തി ലഭിക്കുന്നു. നിനക്ക് ആ സ്റ്റാറിനെ വെച്ചിരിക്കാനുള്ള യോഗ്യതയില്ല. നേരത്തെ പറഞ്ഞല്ലോ, അത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഇനി ആരും ഒരു സ്റ്റാറിനെ നോക്കി വിഷ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് ആകാശം മുഴുവൻ കാർമേഘങ്ങൾ കൊണ്ട് മൂടുന്നു. പൊതുജനങ്ങളെല്ലാം അവർ നിന്ന സ്ഥലത്ത് തന്നെ തടവിലാക്കുന്നു. എന്റെ ശക്തികൾക്ക് മുന്നിൽ നീ ഒന്നുമല്ല. ആകാശത്തിപ്പോൾ നക്ഷത്രങ്ങളില്ലായിരിക്കാം, പക്ഷെ സത്യത്തിൽ നമ്മളെല്ലാവരും സ്റ്റാർസ് ആണ്. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആശ പാടുന്നു. You really need to learn to give up. ഇത് മനസ്സിലാക്കിയ അവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഫൈറ്റ് ചെയ്താൽ ആ മാജിക്കിനെ തകർക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പാടുന്നു. ഇത്രയും നാളും എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തിരുന്നു പറ്റിക്കപ്പെട്ടു. നീ ഞങ്ങളെ രക്ഷിക്കുന്നതായി പറഞ്ഞ് ഞങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായത്. ഞങ്ങളെ റിലീസ് ചെയ്യുന്ന പറഞ്ഞ് സ്റ്റാഫിൽ വെച്ചിരിക്കുന്ന സ്റ്റാറിനെ നോക്കി എല്ലാവരും ഒരേ സമയം വിഷ് ചെയ്യുന്നു. ആ സോങ്ങിൽ സ്റ്റാർ സ്റ്റാഫിൽ നിന്ന് പുറത്തു വരുന്നു. രാജാവ് ആ സ്റ്റാഫിനകത്തേക്കും പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിശ്വസും സ്റ്റാർ ജനങ്ങൾക്ക് തന്നെ തിരികെ നൽകുന്നു. My wish. It's beautiful. This feeling. Come home. I'm so happy for you. ഇവൻ എന്തിനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്? ഞാൻ അയാളെ പൂർണ്ണമായി വിശ്വസിച്ചു. എന്നോട് ക്ഷമിക്കെന്ന് സൈമൺ ആശയോട് പറയുന്നു. ഞാനും വിശ്വസിച്ചിരുന്നു. എന്നെ ഇതിൽ നിന്ന് പുറത്തെത്തിക്കെന്ന് രാജാവ് രാജ്ഞിയോട് പറയുന്നു. നിങ്ങൾക്ക് കണ്ണാടി ഭയങ്കര ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അയാളെ പാതാളത്തുറങ്കിലടക്കാൻ രാജ്ഞി ഉത്തരവിടുന്നു. ഇവിടെ വരൂ, രാജ്ഞി ഇവിടെയാണുള്ളത്. ഓ, നിനക്ക് പറക്കാനാണല്ലേ ആഗ്രഹം? പീറ്റർ ഫ്ലൈയിങ് മെഷീൻ തയ്യാറാക്കാൻ ശ്രമിക്കുന്നു. രണ്ടുപേരും ഒന്നിച്ച് ശ്രമിക്കൂ. സ്റ്റാർ പൊട്ടിപ്പോയ മാന്ത്രിക വടി ശരിയാക്കി വീണ്ടും ആശയ്ക്ക് തന്നെ കൊടുക്കുന്നു. ആശ അതിനെപ്പറ്റി അവൾക്ക് ഒന്നും തന്നെ അറിയാത്തത് കൊണ്ട് അത് വാങ്ങാൻ മടിക്കുന്നു. എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് വാങ്ങുന്നു. എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചെങ്കിലും സ്റ്റാറിന് ഇപ്പോൾ തിരികെ പോകണം. നിനക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. അത് വളരെ ഈസിയാണ്. വിഷ് ചെയ്തുകൊണ്ടേയിരിക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം മല്ലു ടെല്ലർ.